മഹാനായ സ്വഹാബി അസ്സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു മഹാനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അൽ അവ്വാം ഇബ്നു ഖുവൈലിദ് എന്ന വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ മകനാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഉമ്മ സഫിയ ബിൻതു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകനുമാണ്, അളിയന്റെ മകനുമാണ്. അങ്ങനെ രണ്ട് നിലക്കും ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രക്തബന്ധവും കുടുംബബന്ധവുമുള്ള ആളാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ ഫലമായിട്ടാണ്. 4-മത്തെയോ 5-മത്തെയോ മുസ്ലിമാണ് അദ്ദേഹം. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഹവാരിയു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിലാണ്. ഹവാരി എന്ന് പറഞ്ഞാൽ ഖാസ്സത്തുൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തി, ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുചരൻ എന്ന അർത്ഥത്തിൽ ഹവാരി എന്നറിയപ്പെടുന്നയാളാണ് സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജാഹിലിയ കാലത്ത് തന്നെ ധീരതയുടെ പേരിൽ അറിയപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അവ്വാം ഇബ്നു ഖുവൈലിദ് എന്ന വ്യക്തി ജാഹിലിയ കാലത്ത് നടന്ന അറിയപ്പെട്ട ഹർബുൽ ഫിജാർ എന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം യത്തീമായ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ എടുത്തു വളർത്തിയത് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ സഫിയ റളിയല്ലാഹു അൻഹ ചെറുപ്പത്തിലെ കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടായിരുന്നു മകനെ വളർത്തിയിരുന്നത്. യത്തീമായ മകനെ നന്നായിട്ട് അടിക്കുമായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ എളാപ്പയായിട്ടുള്ള നൗഫൽ ഇബ്നു ഖുവൈലിദ് ഉമ്മയോട് സഫിയ റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ പറഞ്ഞു, മാ ഹകദാ യുദ്റബുൽ വലദ്, ഒരു കുട്ടിയെ ഇങ്ങനെയല്ല അടിക്കേണ്ടത്. ഇന്നകി തദ്രിബീനഹു ദർബ മുബ്ഗിള, വെറുപ്പുള്ള ഒരാൾ അടിക്കുന്ന പോലെ, ഒരു ശത്രുവിനെ അടിക്കുന്നത് പോലെയാണ് നീ മകനെ അടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ ഒരു കവിത മറുപടിയായിട്ട് പറയുകയുണ്ടായി. അവർ പറഞ്ഞു, മൻ ഖാല ഇന്നി ഉബ്ഗിളുഹു ഫഖദ് കദബ് വ ഇന്നമാ അദ്രിബുഹു ലികൈ യലബ്, ഞാൻ അവനെ വെറുക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളവാണ്. അവൻ ശക്തനാകാൻ വേണ്ടിയാണ് ഞാൻ അവനെ അടിക്കുന്നത്. ويهزم الجيش ويأتي بالسلب ولا يكن لماله خبأ مخب يأكل ما في البيت من تمر وحب. അവനെ ഞാൻ അടിച്ചു വളർത്തുന്നത് ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരുടെ ആയുധങ്ങളും സ്വത്തുമൊക്കെ പിടിച്ചെടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ്. അതല്ലാതെ വീട്ടിലുള്ള തമ്രും അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലിരിക്കാൻ വേണ്ടിയല്ല. എന്ന് പറഞ്ഞാൽ ഭാവിയിലൊരു യോദ്ധാവാകാൻ വേണ്ടിയാണ്, ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു ധീരനാകാൻ വേണ്ടിയാണ് ഞാൻ അവനെ വളർത്തുന്നത് എന്ന് സഫിയ റളിയല്ലാഹു അൻഹ അന്ന് പറയുകയുണ്ടായി. ജാഹിലിയ കാലത്ത് നിന്ന് സംഭവമാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു തർബിയത്ത് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ അലൈക്കും അസ്സലാം ഒരു കായിക അഭ്യാസിയായിരുന്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മക്കയിൽ ഒരാളുമായി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു തർക്കമുണ്ടായി. അങ്ങനെ അത് അടിയിലെത്തി. ഈ മനുഷ്യൻ നല്ല പ്രായമുള്ള ആളാണ്. സുബൈർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, സ്വഹാബി ആയിട്ടില്ല, മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം ഇയാളെ അടിച്ച് അവസാനം ആൾക്കാർ എടുത്തുകൊണ്ടുപോയെന്നാണ് പറയുന്നത്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ നിൽക്കുന്നുണ്ട്. അവര് ഇങ്ങനെ ആൾക്കാർ ഒരാളെയും കൊണ്ടുപോകുന്നത് കണ്ടു, തോളിൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവർ പറഞ്ഞു, ഖാത്തല സുബൈർ അടിച്ചതാണ് എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അവര് സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കൈഫ റഅയ്ത സബ്റൻ അഖിത്തൻ ഹസിബ്തഹു അം തംറൻ അം മുശ്മഇല്ലൻ സഖറൻ. സുബൈറിനെ പറ്റി നീ എന്താണ് വിചാരിച്ചത്? ഒരു തമ്രാണ്, ഈത്തപ്പഴമാണെന്ന് വിചാരിച്ചു, എന്നാണ് എടുത്ത് വീങ്ങാൻ ഭാഗത്തിൽ ദുർബലനായിരിക്കും എന്ന് വിചാരിച്ചുവോ? അതല്ല, സഖർ എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഫാൽക്കൺ പക്ഷി, ഈ പക്ഷിയെ പോലെയാണോ? എങ്ങനെയാണ് നീ അവനെ വിചാരിച്ചത്? എന്താണ് നീ വിചാരിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ധീരനായി, ഒരു യോദ്ധാവായി ആയിരുന്നു ജാഹിലിയ കാലത്ത് തന്നെ ഉമ്മ അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. 15 വയസ്സുള്ളപ്പോഴാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ ഫലമായി. അന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന കാലമാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം തുടങ്ങിയത് വളരെ അപരിചിതമായ അവസ്ഥയിലാണ്. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം. അവരെ കണ്ടെടുത്ത് വെച്ച് മർദ്ദിക്കുന്ന ശത്രുക്കൾ, അവർ മുഴുവനും ഏറെക്കുറെ മുഴുവനും ദുർബലരായ ആളുകൾ, അടിമകൾ, സ്ത്രീകൾ, ചെറിയ കുട്ടികൾ. ഇദ്ദേഹം അതിലൊരാളാണ്, 15 വയസ്സ്.
അതുപോലെ നമുക്കറിയാം അർക്കം ഇബ്നു അബുൽ അർക്കം, മറ്റൊരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ കേന്ദ്രം, മർക്കസ്. ആ കുട്ടി 14-15 വയസ്സുള്ള ഒരാളായിരുന്നു. അപ്പൊ അത്ര പ്രായമുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയും ഇസ്ലാം അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി ദഅവത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യണമെങ്കിൽ എത്രമാത്രം ദുർബലരായിരിക്കും ബാക്കിയുള്ള സഹാബത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ വളരെ ദുർബലമായ അവസ്ഥയിലായിരുന്നു ഇസ്ലാമിന്റെ തുടക്കം. ഇതിലൊരു ഹിക്മത്തുണ്ട്. അതെന്താണ്? എന്നെങ്കിലും കാലത്ത് ഇസ്ലാമിന് ഇതുപോലെയുള്ള ദൗർബല്യം ഉണ്ടാകുമ്പോൾ, ഇസ്ലാമിനല്ല മുസ്ലിമീങ്ങൾക്ക് ഇതുപോലെയുള്ള ദുർബലാവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ഇങ്ങനെയും കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അധിക കാലവും ഇങ്ങനെ ദുർബലമായ അവസ്ഥയിലാണ് കഴിഞ്ഞു പോയത്. എന്നിട്ട് അവരാരെങ്കിലും ദീൻ ഉപേക്ഷിച്ചോ? ഇല്ല. അബൂ സുഫിയാൻ, അദ്ദേഹം ജാഹിലിയ കാലത്ത് കാഫിറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഇസ്ലാമിനെ കുറിച്ച് നസ്രാണിയായ രാജാവ് ചോദ്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്താണ്? അവരിൽ ആരെങ്കിലും അവരുടെ ദീൻ ഉപേക്ഷിച്ച് മടങ്ങാറുണ്ടോ? നിങ്ങളുടെ ഈ പീഡനവും മർദ്ദനവും ഒക്കെ സഹിക്കാൻ വയ്യാതെ ആരെങ്കിലും തിരിച്ചു പോകുന്നുണ്ടോ, മുർത്തദാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരാളും അങ്ങനെ ആ ദീൻ ഉപേക്ഷിച്ച് മടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരു കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ തുടക്കം ഇതുപോലെയാക്കിയത്. ആ കാലത്ത് എല്ലാ മുസ്ലിമീങ്ങളും മർദ്ദിക്കപ്പെടുന്നത് പോലെ ഇദ്ദേഹവും വളരെയധികം പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എടുത്ത് വളർത്തിയിരുന്നത്, രക്ഷിതാവായി ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു നൗഫൽ ഇബ്നു ഖുവൈലിദ് എന്ന് പറയുന്ന ഉപ്പയുടെ സഹോദരനാണ്. ഈ വ്യക്തി സുബൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി, മർദ്ദിക്കാൻ തുടങ്ങി. ഒരു പായയിൽ പൊതിഞ്ഞിട്ട്, ഒരു പായയിൽ അദ്ദേഹത്തെ കിടത്തിയിട്ട് ചുറ്റിപ്പൊതിയും. എന്നിട്ട് അദ്ദേഹത്തിന്റെ തലയും കാലും കഴിഞ്ഞ് പായ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. അവിടെ തീ കത്തിച്ച് പുക ഈ പായയുടെ ഉള്ളിലേക്ക് കടത്തിവിടും. അങ്ങനെ ശ്വാസം കിട്ടാതെ അദ്ദേഹം പിടയുമായിരുന്നു. അദ്ദേഹം മരണം മുന്നിൽ കണ്ട് പിടയും. അപ്പൊ ഈ നൗഫൽ എന്ന് പറയുന്ന ഈ മുശ്രിക്ക് പറയും, ഉക്ഫുർ ബി റബ്ബി മുഹമ്മദ് അദ്റ അൻകൽ അദാബ്, നീ മുഹമ്മദിന്റെ റബ്ബിൽ അവിശ്വസിക്കുക, ദീനിൽ നിന്ന് മടങ്ങുക, എന്നാൽ ഞാൻ ഈ ശിക്ഷ നിർത്താം എന്ന് പറയും. 15 വയസ്സേ കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറയും ലാ അഊദു ലിൽ കുഫ്രി അബദ, ശ്വാസം കിട്ടാത്ത സമയത്തും അദ്ദേഹം പറയും ഞാൻ ഒരിക്കലും കുഫറിലേക്ക് മടങ്ങുകയില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം ഹിജറ പോയിട്ടുള്ള സ്വഹാബിയാണ്. എല്ലാ സ്വഹാബത്തും ഹിജറ പോയിട്ടുണ്ട്, അപൂർവം ദുർബലരായ ചില ആളുകൾ ഒഴിച്ച്. ഇദ്ദേഹം 3 ഹിജറയിലും പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം സ്വഹാബത്തിന് അബിസീനയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ അനുവാദം കൊടുത്തു. മക്കയിലെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അവർ കടൽ കടന്ന് എത്യോപ്യയിലേക്ക് പോയി. പിന്നീട് മക്കയിലെ ഖുറൈശികളൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വ്യാജ വാർത്ത പ്രചരിച്ചു അബിസീനയിൽ. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും മടങ്ങി. മക്കയിലെത്തിയപ്പോൾ അത് വാർത്ത തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. വീണ്ടും രണ്ടാമത് അവർ അങ്ങോട്ട് തന്നെ മടങ്ങി. അതിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് മൂന്നാമത് മദീനയിലേക്ക് ഹിജറ പോയ സംഘത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ധാരാളം മഹത്വങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൽപ്പെട്ട ഒന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രക്തബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരിയായ സഫിയ റളിയല്ലാഹു അൻഹ, വളരെ അധികം ശ്രേഷ്ഠതകളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയായ മഹദിയാണ് സഫിയ റളിയല്ലാഹു അൻഹ. അവരുടെ മകനാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ഒരു പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത നമുക്കറിയാം, ഈ കിതാബ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് പറഞ്ഞിട്ടുള്ള 10 പേരെ കുറിച്ചാണ്. അതിൽപ്പെട്ട ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിർമിദിയിൽ ഉള്ള ഹദീസ് അതിലിങ്ങനെ കാണാം, വസ്സുബൈറു ഫിൽ ജന്ന, സുബൈർ സ്വർഗത്തിലാണ്. സുബൈർ എന്നുള്ള പേര് അസ്സുബൈർ എന്ന് പറയാം. അങ്ങനെ ചില പേരുകളുണ്ട്. അതിനു മുമ്പ് അലിഫ് ലാം വെച്ചുകൊണ്ട് വായിക്കാൻ പറ്റുന്നത്. അതിൽപ്പെട്ടതാണ് അസ്സുബൈർ. അസ്സുബൈറു വസ്സുബൈറു ഫിൽ ജന്ന, സുബൈർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സന്തത സഹചാരിയാണ്. ഇസ്ലാം സ്വീകരിച്ചത് മുതൽ വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ നിഴല് പോലെ നടന്നിട്ടുള്ള, ജീവിച്ചിട്ടുള്ള ആളാണ് സുബൈർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉമ്മ അദ്ദേഹത്തെ വളർത്തിയിട്ടുള്ളത് യുദ്ധം ചെയ്യാൻ പാകത്തിലാണ്, ഒരു പോരാളിയായിട്ടാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു. നല്ല മെയ്വഴക്കമുള്ള, കായികാഭ്യാസിയായ, ധീരനായ ഒരാളായിരുന്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് അദ്ദേഹം മുസ്ലിമായ ഉടനെ ഒരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത പരന്നു മക്കയിൽ. അത് കേട്ടപ്പോൾ ആരാണ് മുഹമ്മദിനെ കൊന്നത്, അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വാളെടുത്ത് സുബൈർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കാൻ തുടങ്ങി. അവർ മക്കയിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അവരെന്തെങ്കിലും ചെയ്താൽ അവരെ ശത്രുക്കൾ വകവരുത്തും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അദ്ദേഹം വാളെടുക്കുകയുണ്ടായി. പിന്നീട് അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളെടുത്ത വ്യക്തി എന്നുള്ള സ്ഥാനം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന് കിട്ടുകയുണ്ടായി. ധാരാളം പീഡനങ്ങൾ അദ്ദേഹം സഹിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2 ഹിജ്റ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു.
അതുപോലെ തന്നെ മദീനയിൽ എത്തിയതിനു ശേഷം, മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം പിന്നീടുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. നമുക്കറിയാം ബദറിൽ പങ്കെടുത്ത സഹാബിമാരെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വമാ യുദ്രീക്, നിനക്കെന്തറിയാം, ലഅല്ലല്ലാഹ അൻ യകൂന ഖദ് ത്വലഅ അലാ അഹ്ലി ബദർ, ബദരീങ്ങളോട്, ബദറിൽ യുദ്ധം ചെയ്ത സ്വഹാബത്തിനോട് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിരിക്കാം, എന്താണ്? യഅമലു മാ ശിഅ്തും ഫഖദ് ഗുഫിറ ലക്കും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക, നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ഇനി ഒരു തെറ്റിൽ തൗബ ചെയ്യാതെ മരിച്ചു പോകുന്ന അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് വരുത്തുകയില്ല, അള്ളാഹുവിന്റെ ഇസ്മത്ത്, കാവൽ നിങ്ങൾക്കുണ്ടാകും എന്നാണ് അർത്ഥം എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കാണാം. ഏതായിരുന്നാലും അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുള്ളതാണ്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കുതിരപ്പടയാളികളായി, കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യുന്നവരായി രണ്ടുപേരെ ഉണ്ടായിരുന്നു. ഒന്ന് സുബൈർ ബിൻ അവ്വാമും രണ്ടാമത്തേത് അൽ മിഖ്ദാദ് ഇബ്നു അൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ട് സ്വഹാബിമാരായിരുന്നു. ബദർ യുദ്ധത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഉബൈദത്ത് ഇബ്നു സഈദ് ഇബ്നു അൽ ആസ് എന്ന് പറയുന്ന ഒരു മുശ്രിക്കുകളുടെ കൂട്ടത്തിലെ ഒരു പ്രധാനിയാണ്. ഇയാളുടെ പ്രത്യേകത, അയാൾ ശരീരം മുഴുവൻ മറയുന്ന ഒരു ഇരുമ്പ് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. രണ്ട് കണ്ണ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ. അങ്ങനെയുള്ളൊരു വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ ഇങ്ങനെ പറയുമായിരുന്നു, ഞാനിതാ ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടു കൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ശത്രുക്കൾക്കിടയിലൂടെ അല്ലെങ്കിൽ മുസ്ലിമുകൾക്കിടയിലൂടെ അദ്ദേഹം നടക്കും. അങ്ങനെ ഒരാൾക്കും ഇവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം ആയുധങ്ങൾ ഉപയോഗിച്ചാൽ, വാളുകൊണ്ട് വെട്ടിയാലും അമ്പെയ്താലും ഒന്നും ശരീരത്തിൽ ഏൽക്കുകയില്ല. അങ്ങനെയുള്ള വസ്ത്രമാണ്. സുബൈർ റളിയല്ലാഹു അൻഹു ഇവന്റെ ആകെ പുറത്ത് കാണുന്ന രണ്ട് കണ്ണുകളാണ്. ആ കണ്ണിലേക്ക് ഒരു കുന്തമെറിഞ്ഞ് കൊന്നു കളഞ്ഞു ഈ ഉബൈദത്ത് ഇബ്നു സഈദ് എന്ന് പറയുന്ന വ്യക്തിയെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മഹത്വമാണ്, ബദർ യുദ്ധത്തിന്റെ ദിവസം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് മുസ്ലിമീങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മലക്കുകൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മുസ്ലിമീങ്ങളുടെ കൂടെ. ആ യുദ്ധത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകളൊക്കെ മഞ്ഞ നിറത്തിലുള്ള തലപ്പാവുകളാണ് ധരിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. ഇത് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ അതേ വേഷത്തിലായിരുന്നു അവർ വന്നത്. അദ്ദേഹം മഞ്ഞ നിറത്തിലുള്ള ഒരു തലപ്പാവ് ധരിച്ചിരുന്നു. അതുപോലെയാണ് മലക്കുകൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ആമിർ ഇബ്നു സ്വാലിഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ജദ്ദി ഇബ്നു അമ്മത്തി അഹ്മദിൻ വ വസീറുഹു ഇൻദൽ ബയാഇ വ ഫാരിസു ശഖറാഇ, എന്റെ വല്യുപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ധീരനായ ഒരു കുതിരപ്പടയാളിയാണ്. വഗദാത ബദറിൻ കാന അവ്വല ഫാരിസിൻ ഷഹിദൽ വഗ ഫില്ലാമത്തി സഫ്രാഇ, ബദർ യുദ്ധത്തിൽ ആദ്യമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ മഞ്ഞ തൽപ്പാവ് ധരിച്ച കുതിരപ്പടയാളിയായിരുന്നു. നസലത് ബിസീമാഹുൽ മലായികു നുസ്റതൻ ബിൽ ഹൗദി യൗമ തഅല്ലുബിൽ അദാഇ, ശത്രുക്കൾ ഒരുമിച്ച് കൂടിയ ആ ദിവസം അദ്ദേഹത്തിന്റെ രൂപത്തിലാണ് മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാം പലരും പിന്തിരിഞ്ഞോടി, മുനാഫിക്കുകൾ പിന്തിരിഞ്ഞോടി. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിച്ചപ്പോൾ ബാക്കിയുള്ള ആളുകളും കുറെ പേര് പിന്തിരിഞ്ഞു. കാരണം അവിടുത്തെ മരണത്തിന് ശേഷം ഇനി യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നവർക്ക് തോന്നി. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലും ഉറച്ചു നിന്ന വളരെ ചെറിയ ന്യൂനപക്ഷം സ്വഹാബത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ധാരാളം പരിക്കുകളേറ്റിട്ടുണ്ട് യുദ്ധങ്ങൾ പങ്കെടുത്തതിന്റെ ഫലമായി. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ അരുവികൾ ഒഴുകിയതുപോലെ, ചെറിയ ചാലുകൾ പോലെ വെട്ടും കുത്തുമേറ്റ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു മഹത്തരമായ സംഭവമാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഖന്തഖ് യുദ്ധം. ഖന്തഖ് യുദ്ധം നമുക്കറിയാം, മക്കയിൽ നിന്നുള്ള മുശ്രിക്കുകളായ 10,000 ആളുകൾ മദീനയിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. ആയുധധാരികളായ 10,000 ആളുകൾ. അവർ മദീന വളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മദീനയിലുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ വകവരുത്തും എന്നുള്ള സാഹചര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനക്ക് ചുറ്റും കിടങ്ങു കുഴിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത ബനു ഖുറൈള ഗോത്രം യഹൂദികൾ, അവരും ഈ മുശ്രിക്കുകളെ പിന്തുണക്കും. യുദ്ധത്തിന് പുറപ്പെടാൻ സാധിക്കാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഇവർ കൊല്ലും എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യഹൂദികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് ഒരാളെ പറഞ്ഞേക്കണം എന്ന് വിചാരിച്ചു. എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയാൻ വേണ്ടി, അവരെന്തെങ്കിലും ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അന്വേഷിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മൻ യഅതീന ബി ഖബറിൽ ഖൗം, ആരാണ് ബനു ഖുറൈളയുടെ അടുത്ത് പോയി വിവരം അന്വേഷിച്ച് വരിക. കാരണം അവർ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരാളാണ് പോകുന്നത്, അവരൊരുപാട് ആളുകളുണ്ട്, അവർ ഈ വ്യക്തിയെ വകവരുത്താൻ സാധ്യതയുണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകാം. മൂന്നാമത് ചോദിച്ചു, വീണ്ടും അദ്ദേഹം മറുപടി പറഞ്ഞു. തുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വാക്ക് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം അത് ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹവാരിയ, ഓരോ നബിക്കും
ഒരു ഹവാരി ഉണ്ടാകും, ഏറ്റവും അടുത്ത ഒരു അനുയായി ഉണ്ടാകും. ഇന്ന ഹവാരിയ അസ്സുബൈർ, എന്റെ അനുയായി, എന്റെ ഹവാരി സുബൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അദ്ദേഹം അവിടെ പോയി തിരിച്ചു വന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി, സ്വഹീഹ് ബുഖാരിയിലുള്ളതാണ്. എന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നീയാണ് പ്രധാനം. അത് അറബിയുടെ ഒരു പ്രയോഗമാണ്. ഒരാളുടെ മഹത്വം കാണിക്കാൻ വേണ്ടി, ഒരാളോട് നമുക്കുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ കാണിക്കാൻ വേണ്ടി, ഫിദാക അബി, നിനക്ക് പകരം എന്റെ ഉപ്പ എനിക്ക് നഷ്ടപ്പെട്ടുകൊള്ളട്ടെ. അതിന്റെ ഹഖീഖത്ത് ഉദ്ദേശിച്ച്, യഥാർത്ഥ അർത്ഥം ഉദ്ദേശിച്ച് പറയുന്നതല്ല, മറിച്ച് ഒരാളോടുള്ള നമ്മുടെ അങ്ങേയറ്റത്തെ സ്നേഹവും ബന്ധവും ഒക്കെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരോടും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഫിദാക അബി, എന്റെ ഉപ്പയെ ഞാൻ നിനക്ക് പകരം കൊടുക്കും എന്നുള്ള വാക്ക്. പക്ഷേ ഫിദാക അബി വ ഉമ്മി, എന്റെ ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളോടും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. ബൈഅത്തുർ റിദ്വാനിൽ അദ്ദേഹം പങ്കെടുത്തു. ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഹുദൈബിയ സന്ധിയുടെ സമയത്ത് മക്കയിലേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കുകളുമായി സംഭാഷണം നടത്താൻ വേണ്ടി പറഞ്ഞേക്കുകയും അദ്ദേഹത്തെ അവർ കൊന്നു എന്നൊരു വാർത്ത പരക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള സഹാബത്തിനെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരിൽ നിന്ന് കരാർ ബൈഅത്ത് വാങ്ങി, മരണം വരെ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്. ആ ബൈഅത്തിൽ പങ്കെടുത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച്, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, ലാ യദ്ഖുലുൻ നാറ അഹദുൻ മിമ്മൻ ബായഅ തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച്, ഹുദൈബിയയിൽ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ തണലിൽ വെച്ചാണ് കരാർ നടക്കുന്നത്. അവിടെ വെച്ച് ബൈഅത്ത് ചെയ്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. മക്ക ഫത്ഹിന്റെ ദിവസം മദീനയിൽ നിന്ന് സ്വഹാബത്ത് പുറപ്പെട്ട് മക്ക കീഴടക്കിയ ദിവസം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വ്യത്യസ്ത സംഘങ്ങളായി തിരിച്ചിരുന്നു. മുഹാജിറുകളെയും അൻസാരികളെയും വേറെ വേറെയാക്കി. മുഹാജിറുകളെ തന്നെ 3 വിഭാഗമാക്കി. അതിൽ ഒരു വിഭാഗത്തിന്റെ തലവൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അദ്ദേഹം ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്തു, ഇസ്ലാമിന് സൈനികമായ സേവനങ്ങൾ നൽകി, യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ധാരാളം പരിക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്ന എഴുത്തുകാരനുമായിരുന്നു. ഇൽമുമുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വഹി എഴുതുന്ന കുത്താബുൽ വഹി എന്ന് പറയപ്പെട്ടിരുന്ന സ്വഹാബത്തിൽ ഒരാളാണ് സുബൈർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ ധീരത വളരെയധികം പ്രകടമായിട്ടുള്ള ഒരു സംഭവമാണ് യർമൂക്ക് യുദ്ധം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിമീങ്ങളും റോമക്കാരും നസ്രാണികളും തമ്മിലുണ്ടായ യുദ്ധമാണ് ഗസ്വതു യർമൂക്ക്, മഅറഖതു യർമൂക്ക്. ഈ യർമൂക്ക് യുദ്ധം അത് ഹിജ്റ 15-ാം വർഷത്തിലാണ് നടക്കുന്നത്. സുബൈർ റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുത്തിരുന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹം മുശ്രിക്കുകളുടെ, നസ്രാണികളുടെ സഫ്, അവരുടെ ആ സൈന്യം 2 പ്രാവശ്യം അദ്ദേഹം മുറിച്ചു കടന്നിട്ടുണ്ട്. അതിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്തി. അവിടെ തിരിച്ചു വന്നു. പിന്നെയും അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് അവരുടെ ഏറ്റവും ബാക്കിൽ പോയി തിരിച്ചിങ്ങോട്ട് തന്നെ വരികയുണ്ടായി. അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ധീരത തെളിയിക്കുന്നതായി അന്ന് നടക്കുകയുണ്ടായി. എങ്ങനെയാണത് സംഭവിച്ചത്? അന്ന് ഈ യുദ്ധത്തിന് വേണ്ടി അണികളായി നിൽക്കുന്ന സമയത്ത് സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, അലാ തശുദ്, നീ ഇവരുടെ ഇടയിലേക്ക് പോയി അവരുടെ ആ അണികളുടെ ഉള്ളിൽ കയറി കുറച്ച് ആളുകളെ കൊന്നുകൂടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത് ഒരു സൈന്യത്തിന് ക്ഷീണം വരുന്ന സംഭവമാണ്. അവരുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് കുറെ ആൾക്കാരെ കൊന്നൊരാൾ തിരിച്ചു പോയാൽ അവർക്ക് മാനസികമായി തളർച്ച ഉണ്ടാകും, തളർന്നു പോകും. അങ്ങനെ ഒരു പണി ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ചോദിച്ചു. ഫഖാല സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഇൻ ശദത്തു കദബ്തും, ഞാൻ അങ്ങനെ ചെയ്താൽ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ഒരാൾ കൂടുതൽ ധീരനും അതുപോലെ തന്നെ കഴിവുള്ളവനുമായിട്ടുള്ള ഒരാൾ പോയി അവരുടെ ഉള്ളിലേക്ക് തന്നെ ഇടിച്ചു കയറി കുറെ ആൾക്കാർ വകവരുത്തിയാൽ അവർ പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയായിരിക്കും. ആ സമയത്ത് പിറകിലൂടെ ബാക്കി എല്ലാവരും അയാളെ പിന്തുടർന്ന് അവരുടെ ഇടയിലേക്ക് കയറുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വാക്ക് പാലിക്കുകയില്ല, നിങ്ങൾ പേടിച്ചു നിൽക്കും, അവസാനം ഞാൻ മാത്രം കുടുങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഖാലു ലാ നഫ്അൽ, അവർ പറഞ്ഞില്ല, ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഫഹമല സുബൈർ റളിയല്ലാഹു അൻഹു അലൽ അദായി ഹത്താ ശഖ സുഫൂഫഹും, അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പുറപ്പെട്ട് അവരുടെ സഫുകൾ ഓരോന്നോരോന്നായി കടന്നുപോയി. ഫജാവസഹും, അദ്ദേഹം അവരെ മുഴുവൻ മുറിച്ചു കടന്നു. വമാ മഅഹു അഹദു മിനൽ ലദീന ഖാലു ലഹു ദാലിക, ഞങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞവരാരും പോയില്ല. ഒരുപക്ഷെ അവർ പേടിച്ചിട്ടുണ്ടാകും. ഏതായിരുന്നാലും അദ്ദേഹം ഒറ്റക്ക് അങ്ങോട്ട് പോയി. തുമ്മ റജഅ മുഖ്ബില, എന്നിട്ട് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന ഒരു നസ്രാണി അല്ലെങ്കിൽ കുറച്ച് നസ്രാണികൾ അദ്ദേഹത്തിന്റെ കുതിരയുടെ കടിഞ്ഞാണിന് പിടികൂടി. എന്നിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ 2 വെട്ടുവെട്ടി. വലിയ വലിപ്പമുള്ള 2 മുറിവുകൾ അദ്ദേഹത്തിന്റെ തോളിലുണ്ടായി. ആ 2 മുറിവിനും ഇടയിൽ ബദർ യുദ്ധത്തിൽ പറ്റിയ വലിയൊരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ 3 നല്ല വലിപ്പമുള്ള മുറിവുകൾ അദ്ദേഹത്തിന്റെ പുറത്ത് ഉണ്ടായിരുന്നു. ഖാല ഉർവ, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു,
അദ്ദേഹം ഇദ്ദേഹത്തിന്റെ മകനാണ്, ജുബൈർ റളിയല്ലാഹു അൻഹു മകനാണ്, ചെറിയ മകനാണ്. അപ്പോൾ ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ഉദ്ഖിലു അസാബിഇ ഫീ തിൽക ദറബാത്ത്, ഞാൻ ആ വെട്ടുകൊണ്ട അടയാളത്തിൽ എന്റെ വിരൽ കൊണ്ട് കളിക്കുമായിരുന്നു. അത്രയും ആഴത്തിൽ മുറിവുണ്ടായിരുന്നു, അതിൽ വിരലിട്ട് കളിക്കുമായിരുന്നു. അൽ അബു വഅന സഗീർ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ കളിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ എത്രമാത്രം വേദന, എത്രമാത്രം ത്യാഗം അവർ ഇസ്ലാമിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്, ദീനിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സ്വന്തം മക്കളെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം എങ്ങനെയാണോ സഫിയ റളിയല്ലാഹു അൻഹ സുബൈർ റളിയല്ലാഹു അൻഹു വളർത്തിയത്, അതുപോലെയായിരുന്നു സുബൈർ റളിയല്ലാഹു അൻഹു മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ വളർത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് 14 വയസ്സുള്ള സമയം അദ്ദേഹം ഈ യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തു. റോമക്കാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അപ്പൊ ചെറിയ കുട്ടിയാണ്. എന്നിട്ട് സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒരു കുതിരപ്പുറത്തിരുത്തും. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരാളെ കൂടി ഇരുത്തും, ശത്രുക്കൾ ഇദ്ദേഹത്തെ, ഈ കുട്ടിയെ കൊല്ലാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സ്വന്തമായി പ്രതിരോധിക്കാൻ കഴിയാത്ത ചെറിയ കുട്ടി തന്നെയാണ്, യുദ്ധത്തിനെ പറ്റിയ ആളല്ല. എന്നിട്ടും ഒരു പരിശീലനം എന്നുള്ള നിലക്ക് അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുമായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് യർമൂക്ക് യുദ്ധം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചില ഉപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ വസിയത്ത്, അത് ഇങ്ങനെ കാണാം. നിരവധി യുദ്ധങ്ങൾ അദ്ദേഹം പിന്നീട് പങ്കെടുത്തിട്ടുണ്ട്. മിസ്ർ കീഴടക്കുന്ന ആ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ സഹാബത്തിന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് നടന്ന നിരവധി യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സഹാബത്തിനിടയിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം എടുത്തു കാണിക്കുന്ന ഒരു സംഭവമാണ്. ഒരുപാട് സഹാബത്ത് മരണപ്പെടുന്ന സമയത്ത് വസിയത്ത് എഴുതുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഒരു വസിയത്ത് അവർ പ്രത്യേകം എഴുതുമായിരുന്നു. അദ്ദേഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ അവർ പ്രത്യേകം എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുള്ള ആളുകളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇബ്നു മസ്ഊദ്, മഖ്ദാദ് ബിൻ അസ്വദ്. ഈ സ്വഹാബത്തൊക്കെ അദ്ദേഹത്തെ പല കാര്യങ്ങളും ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ സമ്പത്ത് അത് ചെലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹമായിരുന്നു നോക്കാറുള്ളത്. അവരുടെ മക്കൾക്ക് പലർക്കും ഇദ്ദേഹമായിരുന്നു ഒരു സംരക്ഷകനായി, രക്ഷിതാവായി പിന്നീട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അദ്ദേഹം അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള ഷൂറയിൽ 6 പേരുടെ ഒരു ഷൂറയെ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 36-ലാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷം അദ്ദേഹം ത്വൽഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹു എന്നിവരുടെ കൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം, നമുക്കറിയാം ജമൽ സുഫീൻ യുദ്ധങ്ങളുണ്ടായി. ഈ യുദ്ധങ്ങളിൽ അലി റളിയല്ലാഹു അൻഹുവിന് എതിരായിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഒരിക്കൽ അദ്ദേഹം തന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തന്റെ വസിയത്ത് അദ്ദേഹം ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹു ലാ യുഖ്തലു അൽയൗമ ഇല്ലാ ളാലിമുൻ ഔ മദ്ലൂം. ജമൽ യുദ്ധത്തിന്റെ ദിവസമാണ് അദ്ദേഹം പറയുന്നത്. ജമൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മരിക്കുന്ന ആളുകൾ ഒന്നുകിൽ ളാലിമായിരിക്കും അല്ലെങ്കിൽ മദ്ലൂമായിരിക്കും, ഒന്നുകിൽ അക്രമിയായിരിക്കും അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നവനായിരിക്കും. അതുകൊണ്ട് വഇന്നി ലാ ഉറാനി ഇല്ലാ സഉഖ്തലുൽ യൗമ മദ്ലൂമൻ, ഞാൻ മദ്ലൂമായി കൊണ്ട് കൊല്ലപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തും എന്തുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിന് എതിരായത്? അവരൊരിക്കലും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ ചോദ്യം ചെയ്തിട്ടില്ല. ചില ആളുകൾ റാഫിള, ഷിയകൾ പ്രചരിപ്പിക്കുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ ചോദ്യം ചെയ്ത ഒരു സ്വഹാബിയുമില്ല. യഥാർത്ഥത്തിൽ അവർ ആവശ്യപ്പെട്ടത് എന്ത് മാത്രമായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നയാളുകളോട് പ്രതികാരം ചെയ്യണം. അലി റളിയല്ലാഹു അൻഹുവിന് അത് സാധിക്കുമായിരുന്നില്ല. കാരണം ഈ കൊലപാതകികളായിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നവര് അവര് അപ്രത്യക്ഷരായി, അവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നുഴഞ്ഞു കയറി. അവരാരൊക്കെയാണെന്ന് അറിയുമായിരുന്നില്ല. അങ്ങനെ അവരെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്വഹാബത്ത് പുറപ്പെട്ടത്. പിന്നീട് അവർ 2 ചേരികളായി നിലയുറപ്പിക്കുകയും അവർക്കിടയിൽ ഒരു സന്ധി സംഭാഷണം നടക്കുകയും ചെയ്തു. ആ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം പെട്ടെന്ന് 2 ഭാഗത്തുമുള്ള ഖവാരിജികൾ അവർ ഈ 2 കൂട്ടരുടെയും ഇടയിൽ നുഴഞ്ഞു കയറി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു യുദ്ധം തുടങ്ങി എന്നുള്ള അന്തരീക്ഷം ഉണ്ടായി. സ്വാഭാവികമായും ജീവൻ രക്ഷിക്കാൻ വേണ്ടി 2 കൂട്ടരും ആയുധമെടുത്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ മദ്ലൂമാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അങ്ങനെ കൊല്ലപ്പെടും, മദ്ലൂമായി കൊണ്ട് കൊല്ലപ്പെടും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ വിചാരിക്കുന്നുണ്ട്. വഇന്ന മിൻ അക്ബരി ഹമ്മി ലദൈനി, എന്റെ ഏറ്റവും വലിയ വിഷമം എന്റെ കടമാണ്. അഫതുറ യുബഖി ദൈനുനാ മിൻ മാലിനാ ശൈഅ, എന്റെ കടം വീട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? അതായത് എന്റെ സ്വത്ത് എന്റെ കടം വീട്ടാൻ മാത്രം തികയുമോ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ കടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇൻ അജസ്ത അൻഹു ഫീ ഷൈ ഫസ്തഇൻ അലൈഹി മൗലായ,
നിനക്ക് കടം വീട്ടാൻ സാധിക്കാതെ വന്നാൽ നീ അള്ളാഹുവിനോട് സഹായം തേടുക, ദുആ ചെയ്യുക, എന്നിട്ട് അതിന് പരിശ്രമിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലാഹി മാ ദറൈതു മാ അറാദ്, എന്താണ് യജമാനൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. കടം വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ യജമാനോട് ചോദിക്കാന്നാണ് പറഞ്ഞു. ഹത്താ ഖുൽതു, ഞാൻ ചോദിച്ചു, യാ അബതി മൻ മൗലാക്, ആരാണ് നിങ്ങളുടെ യജമാനൻ? ഖാല സുബൈർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവാണ് എന്റെ ഉടമ എന്ന് അദ്ദേഹം പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലാഹി മാ വഖഅതു ഫീ ഖുർബത്തിൻ മിൻ ദൈനി, അങ്ങനെ അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. ഓരോരുത്തർക്കുള്ള കടം ഇങ്ങനെ വീട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കമുണ്ടായാൽ, കടം വീട്ടാൻ പറ്റാതെ, ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറ്റാതെ കുടുങ്ങിയാൽ ഞാൻ പറയും, യാ മൗല സുബൈർ, സുബൈറിന്റെ യജമാനനെ എന്ന് വിളിക്കും. യഖ്ലി അൻ ഹുദൈനഹു, അദ്ദേഹത്തിന്റെ കടം നീ വീട്ടണം എന്ന് പറയും. ഫയഖ്ലി, അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടം വീട്ടുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയായിരുന്നു സംഭവിച്ചത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ചുള്ള സംഭവമാണിത്. അങ്ങനെ അദ്ദേഹം വസിയത്ത് ചെയ്തു. പിറ്റേ ദിവസമായപ്പോ അദ്ദേഹം മകനോട് വീണ്ടും പറഞ്ഞു, മാ മിന്നി ഉദ്വൻ ഇല്ലാ വഖദ് ജുരിഹ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്ത് പരുക്ക് പറ്റാത്ത ഒരു അവയവവും എന്റെ ശരീരത്തിലില്ല. ഹത്താ ഇൻതഹ ദാക ഇലാ ഫർജി, അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം അതുപോലും ഇതിൽ കഴിവല്ല. അദ്ദേഹം ഓരോ അവയവങ്ങളായിട്ട് എണ്ണി പറയാൻ തുടങ്ങി. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പരിക്ക് പറ്റാത്ത ഒരു അവയവുമില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ അവസാന കാലത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. സുബൈർ റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന അവസരമുണ്ടായി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻഷുദുക്കല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ താങ്കളോട് ചോദിക്കുകയാണ്, ഹൽ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തുഖാതിലുഹു വ അൻത ലഹു ളാലിം, താങ്കൾ അക്രമിയായിക്കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ നടക്കാനിരിക്കുന്ന പലതും പ്രവചിച്ചിട്ടുണ്ട്. അപ്പോ ഈ യുദ്ധത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, താങ്കൾ ഒരു അക്രമിയാകുന്ന ഒരവസ്ഥ എന്തെങ്കിലും വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഫഖാല സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം അസ്കുർ, അങ്ങനെ ഒരു ഓർമ്മ എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങുകയുണ്ടായി. അങ്ങനെ ജമൽ യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിന്റെ പക്ഷത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ഇബ്നു ജുർമൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സുബൈർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് വകവരുത്തുകയും അദ്ദേഹത്തിന്റെ വാള് എടുത്ത് അലി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. ഈ വ്യക്തി ചെന്നത് അലി റളിയല്ലാഹുവിന്റെ അടുത്തൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ശത്രുപക്ഷത്തുള്ള സുബൈർ റളിയല്ലാഹുവിനെ അവരുടെ കൂട്ടത്തിൽ പ്രധാനിയാണ്, നേതാവാണ്, അദ്ദേഹത്തെ കൊന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ചെന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു, അലി റളിയല്ലാഹുവിനോട് അടുത്ത് ചെല്ലാൻ അനുവാദം ചോദിച്ചു. അലി റളിയല്ലാഹു പറഞ്ഞു, ലാ തഅദനൂല, അവന് അനുവാദം കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു ജമൽ യുദ്ധത്തിന്റെ സ്വഭാവം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ഫിത്നയായിരുന്നു, അവർക്ക് തടയാൻ സാധിക്കാത്ത ഒരു ഫിത്ന സംഭവിച്ചു പോയി. അലി റളിയല്ലാഹുവിന്റെ അടുത്ത് വരട്ടെ എന്ന് ചോദിച്ചപ്പോ ഇങ്ങോട്ട് കടക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. വബശ്ശിറൂഹു ബിന്നാർ, അവൻ നരകമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുക. സുബൈർ റളിയല്ലാഹു കൊന്നവനോട് അലി റളിയല്ലാഹു പറഞ്ഞ വാക്കാണ്. വഖാല ബശ്ശിർ ഖാതിൽ ഇബ്നു സഫിയ്യ ബിന്നാർ, ഇബ്നു സഫിയ്യ റളിയല്ലാഹു അൻഹയുടെ മകൻ, അദ്ദേഹത്തെ കൊന്നവന് നരകമുണ്ട് എന്ന് അറിയിച്ചുകൊള്ളുക. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ലികുല്ലി നബിയ്യിൻ ഹവാരിയൻ വഹവാരിയ അസ്സുബൈർ, ഓരോ നബിമാർക്കും ഒരു ഹവാരി ഉണ്ടാകും, എന്റെ ഹവാരി, എന്റെ സഹായി അത് സുബൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹാബത്തിനിടയിൽ ഈ ഇഖ്തിലാഫ് ഉണ്ടായെങ്കിലും, അവർക്കിടയിൽ വളരെ ദുഃഖകരമായ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായെങ്കിലും അത് അവരെ ദീൻ മറക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ല. അത് കാരണം പരസ്പരം എതിർകക്ഷിയുടെ ഫളല്, അവരുടെ ശ്രേഷ്ഠത അവർ മറന്നിട്ടില്ല. നമുക്കറിയാം, മുമ്പ് പറഞ്ഞതാണ്, ആയിഷ റളിയല്ലാഹു അൻഹയോട് പല മസ്അലകളും ചോദിച്ചാൽ അവർ പറയും, ഇസ്അലു ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹയോട് നിങ്ങൾ ചോദിക്കുക, ഫഇന്നഹു കാന യുസാഫിറു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യാറുണ്ട്, അതുകൊണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിനാണ് അറിയുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. അവർക്കിടയിൽ പല ഖിലാഫും ഉണ്ടായിട്ടുണ്ട് ഈ ജമൽ യുദ്ധം. അതുപോലെ തന്നെ അതിനു മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം ഉണ്ടായപ്പോൾ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇജ്തിഹാദായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു അപമാനം സഹിക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അത് തെറ്റായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി ഖുർആനിൽ ആയത്തിറക്കി. പക്ഷേ ഇതൊന്നും അവർ തമ്മിൽ പരസ്പരം മറ്റൊരു മതത്തിലുള്ള ആളെ പോലെ, ഒരു കാഫിറിനെ പോലെ പെരുമാറാൻ അവരെ പ്രേരിപ്പിച്ചിട്ടില്ല, അതിന് അത് കാരണമായിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹുവിന്റെ വാള് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവർ തമ്മിൽ ഒരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദ സൈഫ ത്വാലമാ ഫറജൽ കർബ അൻ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തെ തൊട്ട് ഒരുപാട് ദുരന്തങ്ങളെ തട്ടിയകറ്റിയിട്ടുള്ള ആളാണ്. ഒരുപാട് യുദ്ധങ്ങളിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുള്ള വാളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുകഴ്ത്തുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഅർജു അൻ അകൂന അന വതൽഹ വസുബൈർ ഉസ്മാൻ റളിയല്ലാഹു അൻഹും, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനും ത്വൽഹയും സുബൈറും ഉസ്മാനും ഒക്കെ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഞങ്ങളെല്ലാവരും മിമ്മൻ ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തിൽ ഉൾപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതാണ് ആയത്ത്? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലീൻ, അവർ പരസ്പരം അവരുടെ മനസ്സിൽ വെച്ചിരുന്ന ഗില്ല്, പക, അത് ഞാൻ എടുത്തു നീക്കുകയും സഹോദരന്മാരായിക്കൊണ്ട് പരസ്പരം അഭിമുഖീകരിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ കഴിഞ്ഞുകൊള്ളുകയും ചെയ്യും എന്ന് അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഈ പറഞ്ഞ ത്വൽഹയും സുബൈറും ഒക്കെ ഉൾപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ ഒരു സുഖങ്ങളിൽപ്പെട്ട കാര്യമാണ് ഉഖുവത്ത് എന്ന് പറയുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത്. അല്ലാഹു തആല സ്വർഗത്തിലെ ഒരു സുഖമായി, ഒരു മഹത്വമായി എണ്ണി പറഞ്ഞതാണ്. വനസഅനാ മാ ഫീ ഖുലൂബിഹിം മിൻ ഗിൽ, പരസ്പരം ഗില്ലില്ലാതിരിക്കുക, പകയില്ലാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ദുനിയാവിൽ നമുക്ക് സാധിക്കുമെങ്കിൽ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളിൽപ്പെട്ട, അതിന്റെ ആ ജിൻസിൽപ്പെട്ട, ആ വർഗത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് സാഹോദര്യം. അതിനാൽ അത് നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ ഉലമാക്കൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഖിലാഫുകളൊക്കെ ഉണ്ടായിട്ടും, ഇജ്തിഹാദിയായ ഗവേഷണപരമായ ഭിന്നിപ്പുകൾ ഉണ്ടായിട്ടും അവർ അവരുടെ ഈമാനികമായ സാഹോദര്യം കാത്തു സൂക്ഷിച്ചിരുന്നു. പരസ്പരം അവർക്കറിയാവുന്ന ഫضല്, തമ്മിലുള്ള അവർ അറിഞ്ഞിരുന്ന മഹത്വങ്ങൾ, അത് ഒരിക്കലും അവർ നിഷേധിച്ചിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കുറച്ചു കാലം ഭരണം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് മുസ്അബ് ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ സഹോദരൻ മുസ്അബ് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ്, അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഇറാഖിന്റെ ഗവർണറായി നിയമിച്ച ആളായിരുന്നു മുസ്അബ് ഇബ്നു സുബൈർ, തന്റെ സഹോദരനാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എന്ന് വാദിച്ചുകൊണ്ട് സുബൈർ റളിയല്ലാഹുവിനെ കൊന്ന ഈ ഇബ്നു ജുർമൂസ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇയാൾ കുറ്റമേറ്റു പറഞ്ഞു, അഖിദ്നി ബി സുബൈർ, സുബൈറിന്റെ വധത്തിന്, സുബൈർ റളിയല്ലാഹുവിനെ കൊന്നതിന് എന്നെ നിങ്ങൾ കൊന്നുകൊള്ളുക, ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊലപാതകിയായ വ്യക്തി വന്നു. അങ്ങനെ മുസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കത്തെഴുതി അഭിപ്രായം ചോദിച്ചുകൊണ്ട്, മക്കയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഉള്ളത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത്, അന അഖ്തുലു ഇബ്നു ജുർമൂസ് ബി സുബൈർ, ഇബ്നു ജുർമൂസ് എന്ന് പറഞ്ഞ ഇയാളെ, ഈ ഫിത്നക്കാരനെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവിന്റെ വധത്തിന്, കൊലപാതകത്തിന് പകരമായി കൊല്ലാനാണ് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ചോദിക്കുകയാണ്, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു എന്ന് പറയുന്ന മഹാനായ സഹാബി, അദ്ദേഹത്തിന് പകരമായി ഇയാളെ ഞാൻ കൊല്ലുകയോ? എന്തിനാണ് വധശിക്ഷ എന്ന് പറയുന്നത്? ഒരു ജീവൻ ഒരാൾ അപകടത്തിൽപ്പെടുത്തി, ഒരു ജീവൻ ഒരാൾ നശിപ്പിച്ചു, അതിന് ഫലമായി ഈ കൊന്നവന്റെ ജീവൻ നശിപ്പിക്കുന്നു, ഖിസാസ്, പ്രതിക്രിയ. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ചോദിക്കുന്നത് ഇതാണ്, ഇവർ രണ്ടുപേരും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? വലാ ബിശിസ്ഇ നഅലിഹി, സുബൈർ റളിയല്ലാഹുവിന്റെ ചെരുപ്പിന്റെ ആ വാറിന്റെ സ്ഥാനം പോലും ഇല്ല ഈ ഇബ്നു ജുർമൂസിന്, ഇവനെ കൊന്നിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് ഇസ്ലാമികമായ നിയമമല്ല. അനന്തരാവകാശികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള അധികാരമുണ്ട്, അതുകൊണ്ട് അവർ മാപ്പ് കൊടുത്തതാണ്. പക്ഷെ ആ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വാക്കുകൂടി പറയുകയും ചെയ്തു.